സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന് ഒരുപാട് സർപ്രൈസുകൾ നടന്ന ദിവസമാണ്. അങ്ങനെ സർപ്രൈസ് പിടിച്ച് വെച്ച് അവസാനം അസറുവിൻ്റെ കല്യാണമാണ് ഇന്നത്തെ ഈ ഒരു മംഗള ദിവസം എന്ന് എല്ലാവരും അറിയാൻ പോകുന്ന ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ കൊല്ലം സ്വദേശിയാണ് അസറുവിൻ്റെ പ്രിയങ്കരിയായ വധു. അപ്പോൾ കൊല്ലത്തു നിന്നാണ് നമ്മൾ ഈ ഒരു കല്യാണം കഴിക്കുന്നത്. നമ്മളെ കൂട്ടത്തു നിന്ന് ആദ്യമായിട്ടാണ് കോഴിക്കോട്ട് നിന്ന് പെണ്ണെട്ടിക്കണ്, പെരിന്തൽമണ്ണ നിന്ന് പെണ്ണെട്ടിക്കണ്, നിലമ്പൂരിൽ നിന്ന് പെണ്ണെട്ടിക്കണ്, മഞ്ചേരിയിൽ നിന്ന് പെണ്ണെട്ടിക്കണ്, വണ്ടൂരിൽ നിന്നും 5 സ്ഥലത്തു നിന്നാണ് 5 ആൾക്കാർ 5-6 സ്ഥലത്തു നിന്നാണ് പെണ്ണെട്ടിയത്. പെരുന്തമണ്ണല്ലേ? പെരുന്തമണ്ണ പെണ്ണെട്ടിക്കണ്. പിന്നെ ആരാ പെണ്ണെട്ടി? വണ്ടൂരിൽ നിന്ന് എട്ടിയുണ്ട്. വണ്ടൂരിൽ നിന്ന് എട്ടുണ്ട്. ഞാനല്ല, അർഷു. അതൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു. പിന്നെ കുറ്റിച്ചിറ, കോഴിക്കോടൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ ഏരിയയിൽ നിന്ന് കംപ്ലീറ്റ് മാറി കൊല്ലംകാരുടെ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട്, കൊല്ലത്തെ സ്നേഹം എന്താണെന്ന്, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നമ്മളെ കൊല്ലം ജില്ലയിലെ ആൾക്കാർ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക, കൊല്ലം 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 കൊല്ലം. നമ്മളെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഒരാൾ കൊല്ലത്ത് നിന്ന് അങ്ങ് കൊല്ലം തിരുവിതാംകൂറിന്റെ മേലങ്ങ് കൊല്ലത്തിൽ നിന്നും പെണ്ണ് കെട്ടിക്കൊണ്ട് നമ്മളെ കൂട്ടത്തിലെ വധുവരന്മാരാവാൻ പോവുകയാണ് അസറുണ്ണൻ. അപ്പൊ ഈ ഒരു അസുലഭ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ വേണ്ടി നമുക്ക് ദുബായിൽ നിന്നും വരൂ. എങ്ങനെ നൂറ? എങ്ങനെ നൂറ? എന്നെപ്പോ എടുക്കാൻ വരുന്നേ, അന്നെടുക്കാൻ എളുപ്പം എത്തും. ഓക്കെ, ഡീൽ. 2 ദിവസത്തേക്കുള്ള ഡ്രസ് എടുത്തട്ടോ. ഓക്കെ ഇച്ച. അപ്പതാ നമ്മുടെ സ്വന്തം ദുബായിൽ നിന്നും നമ്മുടെ അവസാന നിമിഷം നമ്മുടെ കല്യാണം അലങ്കോലമാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇച്ചവിടെ വാതിന്റെ അടുത്തേക്ക് ഇച്ച. അപ്പൊ ഇച്ചന്റെ പവർ നേരക്ക് ഇച്ച. അതൊക്കെ അപ്പൊ ഇതാ നമ്മുടെ സ്വന്തം ഇച്ച, കാസർഗോഡിന്റെ മുത്ത്, അഖില കേരളങ്ങളെ ഒന്നിപ്പിക്കുന്ന നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മുടെ കൂട്ടുകാരനും നാട്ടുകാരനും വീട്ടുകാരനും സർവോപരി സൽഗുണ സമ്പന്നനും നമ്മുടെ വീട്ടുകാരുടെ തങ്കത്തിന്റെ പൊന്നോമന തങ്ക പേര് പോലെ തന്നെ തങ്കമണി മുത്ത് മണിമാല. അപ്പം ഓഫീസ് അവർകൾ നമ്മുടെ എന്താ വാതിലിനോട് ചാരിക്കൊണ്ട് ഇതാ അങ്ങനെ നീങ്ങിക്കും. ഓഫീസ് വാതിലിനോട് വെറും 1 ഇഞ്ച് വ്യത്യാസത്തിൽ, വാതിൽ കട്ടളമായി 1 ഇഞ്ച് വ്യത്യാസത്തിൽ ഇതാ ഓഫീസ് ഇതാ ഒന്ന് നീങ്ങിയാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തലച്ചോറിന് അതന്നെ ഉണ്ടാവും. അത് ഞാൻ ഇതാണ് പറഞ്ഞത്, പൊക്കി പറഞ്ഞേക്കാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിയാൽ ഒന്നുകിൽ കട്ടള അല്ലെങ്കിൽ തലച്ചോറ് എന്നുള്ള ഒരു ഗ്യാപ്പ് വ്യത്യാസത്തിൽ ഇച്ച മോഫി ഫ്രം കാസർഗോഡ്. അപ്പം ബഹുമാനപ്പെട്ട ഉമ്മച്ചി, ഈ കല്യാണം കൂടാൻ പറ്റൂല എന്നുള്ളതാണ് നമുക്ക് അവസാന നിമിഷ റിപ്പോർട്ടുകൾ കിട്ടുന്നത്. ബഹുമാനപ്പെട്ട ഉമ്മച്ചി മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ഈ നിക്കാഹിന്റെ ഉമ്മച്ചിക്ക് കൂടാൻ പറ്റൂല. കാരണം ഇമ്മച്ചിന്റെ ആറ്റിലായ കേട്ടറ്റ് പരീക്ഷ ഈ സമയത്താണ് വരാൻ പോണത്. അപ്പോൾ അമ്മച്ചി ഇതാ കേട്ടറ്റ് ഇതാ പഠിച്ചുകൊണ്ട് കേട്ടോ. ഇല്ല, കാണിച്ചു കൊടുക്കുക ആൾക്കാർക്ക്. അപ്പം അമ്മച്ചിന്റെ പഠന ഇതാ എന്റെ പാഠ്യപുസ്തകങ്ങളൊന്നും എടുക്കലേന്ന് അമ്മച്ചി പറഞ്ഞു കേട്ടോ. ഈ മാഷ കീഴിൽ പോയപ്പോഴാണ് എനിക്ക് മാനസികമായിട്ടൊരു സന്തോഷം കിട്ടിയത്, കൂടുതൽ മാർക്ക് നേടാൻ പറ്റിയത്. അങ്ങനെയല്ല, അയാൾ ഇന്ന് എന്തൊക്കെയോ മനസ്സിലായി. അതിന് കണ്ടറിയാൻ പറ്റുള്ളൂ എന്തായി എവിടെയാന്നുള്ളത്. ഇനി ഈ കേട്ടറ്റ് ഈ വർഷം കിട്ടും, ഒപ്പം പോരൂലല്ലോ. അപ്പോ കിട്ടും വരെ എഴുതി വെക്കും. കിട്ടിയില്ലേ കിട്ടിയ എന്റെ കേട്ടറ്റ് എടുത്തോളൂ. എന്റെ കേട്ടറ്റ് എന്തായാലും യൂസ്ഫുൾ അല്ല, 100 മാർക്കും ഉണ്ടായില്ല, എടുത്തോളൂ. അത് അറബിക്കിന് പറ്റൂല, അതായിക്ക് മാറ്റി. അതല്ല, ഈ കേട്ടറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് 2 ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഫാർമസി ഇന്നെ തൽക്കാലത്തേക്ക് മാറ്റി തരുമോ അവരെ ഗവൺമെന്റ് ഫാർമസികളിലേക്ക് മാറാൻ പറ്റുമോ നമുക്ക് നോക്കാം. അത് പറ്റുമോന്ന് അറിയില്ലേ, അങ്ങനത്തെ ഒരു നിയമനം കിട്ടുമോ നമുക്ക് ശ്രമിച്ചു നോക്കാം. അല്ല, ഈ 2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഇതല്ലെങ്കിൽ അത് തന്നൂടെ. ഇതായാലും 56 ആകുമ്പോ പിരിച്ചുവിട്ടാ പോലെ പിരിച്ചുവിടണം. ഫാർമസി അപ്പം ഇച്ചിയും ഫാർമസിസ്റ്റ് ആണ്, ഇമ്മച്ചിയും ഫാർമസിസ്റ്റ് കേട്ടോ. ബഹുമാനപ്പെട്ട അഫീഫുദാ അണ്ടകടാഹത്തിൽ നിന്നും അഫീഫെത്തുന്നു. അരപ്പിരി ടൗസറുമായി, പച്ച കുലുങ്ങിയ ടൗസറുമായി കല്യാണം റെക്കോർഡ് ഛർദ്ദിച്ചു ജിമ്മിൽ പോയി ഇതാ മീശ സ്ലൈറ്റ് പോലെ പഠിച്ചുകൊണ്ട് അഫീഫ് ഇതാ നല്ല ചൊറുക്കിൽ മീശ ഫുള്ള് ക്ലീൻ ചെയ്ത് ഒരു ലോലിപോപ്പ് ബോയ് ലുക്ക് പോലെ, ഒരു ചോക്ലേറ്റ് ബോയ് ലുക്ക് പോലെ, കൊല്ലം ഗേൾസിനെ മതിമറക്കുന്ന ലുക്കുമായി കൊല്ലം ഗേൾസ് കൊല്ലത്ത് ഇനിയും കല്യാണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് അന്തിച്ചെറുക്കൻ ഇതാ വന്നിരിക്കുന്നു. ഇതാ അഫീഫ് ഇതാ പച്ച ടൗസറും ഇട്ട് നമ്മളെ കൂടെ എത്തിയിരിക്കുകയാണ്. ഇച്ചക്കൊപ്പം പച്ച ടൗസർ ഇട്ടുകൊണ്ട് അഫീഫ് ഇതാ ചേക്കറുന്നു. ഇതാ ഇച്ച എന്ത് എന്നോട് പറഞ്ഞ ജിമ്മിന് പോവാ, ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ,
ഞാൻ വെച്ച പെരും കളിക്കാരനായിരിക്കുന്നു. ട്രെഡ്മില്ലിൽ ഓടിയിട്ട് വന്നിട്ട് ഛർദ്ദിച്ചിട്ടാണ് കാണുന്നത്. അത് പറഞ്ഞാൽ ഇമ്മെൻസ് അതായത് ലെഗ് വർക്കൗട്ട് അല്ല അങ്ങനെയല്ല. ജിമ്മക്ക് പോകുമ്പോ ഇങ്ങനെ എല്ലാരും പോവല്, ഇങ്ങനെ പോലില്ല. അപ്പൊ ഹെവി വെയിറ്റും സ്കോട്ടെല്ലാം അടിച്ചിട്ടാണ്. ഇപ്പൊ എന്താ കാട്ടിയറിയോ, അന്ന് ദിവസം വെറുതെ ഇരിക്കുക, പിറ്റേന്നെ ജിം തുടങ്ങി 5 മുട്ടയും പ്രോട്ടീൻ പൗഡറും അത് ISOയും വേയും എല്ലാം എടുത്ത് തിന്നു. ഇന്ന് മറ്റേത് BCW ഇതിന്റെ ഛർദ്ദിയൊക്കെ നീല കളറിൽ പോണ്. BCAA ബ്ലൂബെറി ഡബിളെ തിന്നല്ലേ. അല്ല അത് ചെറുതായിട്ട് ഒന്ന് എന്തറിയോ ഇമ്മെൻസ് ലെഗ് വർക്കൗട്ട് ചെയ്താൽ ഛർദ്ദിക്കണം, അതൊരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. അവിടെ ഒരു ആ ഹോട്ടലിൽ അതിന്റെ താഴെയില്ലേ യൂണിയനാ സൂപ്പർ മാർക്കറ്റ് അല്ലേ മനോര, അത് മനോര എന്തോ സൂപ്പർ മാർക്കറ്റ് അവിടെ പോയി അല്ലാതെ ഒരു ഹോട്ടലില്ല അവിടെ നീ കടന്ന് ജിമ്മില് ഛർദ്ദിച്ചോ മൊത്തത്തില്. ഞാനൊക്കെ അതിനൊക്കെ ഡീസെന്റ് ആയി പോയാ ഫിഫ ഛർദ്ദിച്ച്. അസറോ നമ്മളിറങ്ങാം വാച്ച് എടുത്തിക്കണേ. ഹലോ ആ ഹോട്ടലിന്റെ പേരെന്താ അതിന്റെ താഴെ നമുക്ക് കാർ പാർക്കിങ്ങില് ഹലോ മാനർ നിലമ്പൂർ നിലമ്പൂർ മാനോ. മാനറിന്റെ എൻട്രൻസിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മാനറിന്റെ എൻട്രൻസിൽ ഞാൻ അറിയാം, എനിക്ക് നീച്ചാൻ വയ്ക്കണില്ല, അതിൽ ഞാൻ കടന്നുറങ്ങി അവിടെ അതിന്റെ മുന്നിൽ. ഹലോ ഹലോ ആ വിജയ്, നല്ലൊരു സ്പ്രേ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കോ. നല്ല സ്പ്രേ കൊടുത്തേക്കണേ, നല്ല വാച്ച് കൊടുത്തേക്കണേ, നല്ല ബ്രാൻഡ് വാച്ച്. ഓക്കെ മുത്ത സെറ്റ്. ഓക്കെ, അത് സ്ട്രാപ്പ് ഉള്ളതുണ്ട്, മറ്റേ ചെയിൻ ഉള്ളതുണ്ട്. ഓക്കെ, അതിലേതിൽ നമുക്ക് നോക്കാം. ആ റിങ്ങിന് റിങ്ങുണ്ട്. ഓ മൂട്. ഓക്കെ ഓക്കെ. അപ്പം ഇതാ നമ്മൾ ഓരോരുത്തരെ ഇറങ്ങാൻ പോവാണ്. അപ്പം ബഹുമാനപ്പെട്ട ഇച്ഛ ഇന്ന് ഇവിടെ എത്തിയതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഇച്ചിരിപ്പോന്നൊരു കാരണമായിട്ടുള്ള ഇച്ഛ ഇന്ന് ദുബായിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ കാണിച്ചു തരാം സാധനം, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ദാ ബഹുമാനപ്പെട്ട അസറൂന് ഇന്റെ വക ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. ഇത് കാണിച്ചേ, ഇത് ഞാൻ കൊടുക്കണ്ട. അപ്പോൾ ബഹുമാനപ്പെട്ട അസറൂന് ആറ്റലായ ഫ്രണ്ട് കൊടുക്കുന്ന ഒരു കിഡിലൻ സമ്മാനം, ഒരു ഡയമണ്ടിന്റെ തുറക്കാൻ പറ്റും. മോഫിസ്ക, നമ്മൾ ഏറ്റവും പുതിയ ഷോപ്പ് ഇപ്പോൾ എവിടെയാണ് തുറന്നിരിക്കുന്നത്? കിസേസ് മദീന മാളിൽ. അപ്പോൾ കിസേസ് മദീന മാളിൽ നെസ്റ്റോന്റെ തൊട്ടിപ്പുറത്ത് അല്ലേ, നെസ്റ്റോന്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മളെ നമ്മളെ സ്വന്തം ഷെഫീക്കും സൈഫുക്കും സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വിട്ടതാട്ടോ. കണ്ടോളി, ഇത് സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്. ഞാനാണിത് സെലക്ട് ചെയ്തത്. പ്രൊഡക്റ്റിന് വേണ്ടി ഫ്ലാഷ് കുറച്ച് ഇത്ര ഓടിക്കളിയാണ്. ആ ഗേൾസിന് ഇതൊക്കെ ഇഷ്ടപ്പെടാവോ? ഇതാ കണ്ടോ. അപ്പോൾ ഇതാണ് ഡയമണ്ടിൻ്റെ ഒരു എന്താ നെക്ലസോ, ഇതിനെന്താ പറയുക, ലൈറ്റ് വെയിറ്റ് 18 കാരറ്റ്. ആ ലൈറ്റ് വെയിറ്റ് 18 ക്യാരറ്റിന്റെ ചെയിനാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സിവോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് ഞാൻ വാങ്ങിക്കുന്നത്. കറാമയിൽ നമുക്ക് ഷോറൂം ഉണ്ട്, കറാമ സെന്ററിന്റെ ഉള്ളിൽ നമുക്ക് ഷോറൂം ഉണ്ട്, ഗോൾഡ് സൂക്കിൽ നമുക്ക് ഷോറൂം ഉണ്ട്, കിസൈസ് മദീന മാളിൽ. അപ്പോൾ കിസൈസ് മദീന മാളിൽ, കറാമ, ഗോൾഡ് സൂക്കിൽ എവിടെ വേണമെങ്കിലും ലൈറ്റ് വെയിറ്റ് ഒരു വേക്കൻസി ചോദിച്ചിട്ടുള്ളൂ. ഇത് കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞാൽ ഒരു വരവുണ്ടാവും, പണി. അപ്പോൾ ഇത് നമ്മളെ അടുത്ത സാധനം കേട്ടോ. അപ്പോൾ അസറൂനുള്ള സമ്മാനമാണ്, കണ്ടോളി. ഡയമണ്ടിൽ അസറൂനല്ല, എസ്പെഷ്യലി അസറൂൻ്റെ പെണ്ണുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അസറു ത്രൂ കൊടുക്കും. ആദ്യം ഞാൻ അസറൂന് കൊടുക്കും, അസറൂൻ്റെ പെണ്ണുങ്ങൾക്ക് കൊടുക്കും. അപ്പം ഉപകാരമുള്ള സമ്മാനം കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ സ്റ്റൈലും തരം പോലെ ആവശ്യവും നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും സമ്മാനങ്ങൾ അന്നൊന്നും കൊടുത്തിട്ടുള്ളൂ. പഠിക്കുക കമ്പനി സ്റ്റഡി. അപ്പോൾ ഇതാ നമ്മളെ സെക്കൻഡ് പീസ് കണ്ടോളിട്ടാ. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറികളുടെ കമനീയ ശേഖരവുമായി സിവോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണേ, നിങ്ങൾ ഗൾഫിലുള്ളവരൊക്കെ വ്ളോഗ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കാണുന്നുണ്ടാവും. മുന്നപ്പെടാക്കാൻ ബാക്കിൽ പോയിക്കാം. അപ്പോൾ ഇത് അസറോനുള്ള സമ്മാനങ്ങളാണ് കേട്ടോ. സിവോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സമ്മാനങ്ങൾ. ഇതാ ഫ്ലാഷ് അടിക്കാതെ കിച്ചാ, അല്ലാതെ രസം ഉണ്ടാവേ ഇല്ല, കാണൂല, കൂടുതൽ വലിച്ചടിച്ചാൽ കാണൂല. ഇതുപോലെ ലോഗോക്ക് വേണമെങ്കിൽ ഇമേജ് പിന്നെ കണക്ട് ചെയ്യാം. ഇത് KP ആണ് നമ്മളെ ലോഗോസ് കാര്യങ്ങൾ KP ആണ് ചെയ്തതേ. അപ്പോൾ ഇത് KP ഉണ്ടോ, KP ആണ് നമ്മളെ ലോഗോ സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കണം കേട്ടോ.
അപ്പോൾ സിവോറിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് ഞാൻ. അപ്പോൾ താങ്ക് യു. ആരും ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ പറയാം. അപ്പം അവനാൻ പറയണം, അല്ല അപ്പോൾ ആരും പറയില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന സമ്മാനം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി, ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സിവോറിൻ്റെ ഔട്ട്ലെറ്റ്സ് ദുബായിൽ വിസിറ്റ് ചെയ്യുക എല്ലാവരും. നമ്മളെ മദീന മാള് കിസൈസിലുണ്ട്, ഗോൾഡ് സൂക്കിലുണ്ട്, അതുപോലെ തന്നെ കറാമ സെൻറ്ററിൽ. പിന്നെ എവിടെയുള്ളത്? ഈ 3 ഔട്ട്ലെറ്റ്സാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. എല്ലാവരും സിവോറിൻ്റെ ഷോറൂംസ് വിസിറ്റ് ചെയ്യുക, സാധനങ്ങൾ സ്വന്തമാക്കുക. ബഹുമാനപ്പെട്ട അഫീഫിൻ്റെ പോലെ മടിയന്മാരാവാതിരിക്കുക. മടിയൊന്നല്ല, എൻ്റെ കുട്ടി അടിപൊളിയാണ്. പോവല്ലെന്നാ ഇനി നിന്നാ പണിയാവട്ടോ, അഞ്ഞി നിന്നാ ട്രെയിൻ പോകും. അപ്പം ഇത് അസറുവിനെ അറിയില്ല, മുണ്ടിയിട്ടില്ല, ഇത് കൊടുക്കണോ എക്സ്പെക്ട് ചെയ്യില്ല. അപ്പോൾ ഈ സാധനം ഇതിൻ്റെ വക സർപ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നാളെ റിവീൽ ആവുള്ളൂ. അസറുവിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. സോ എങ്ങനെയുണ്ട് ഇനിയാലേ അസറുവിന് ഞാൻ കൊടുക്കണത്? തുറക്ക്. ഓ പിന്നല്ലാതെ ഇത് മറ്റേ ദുബായിത്തെ ഡയമണ്ടാണേ, ചില്ലറ പരിപാടി. ഇത് ആരോടെ ബാഗും തൂക്കി, ബാഗില് മറ്റേ .5 മാത്രമേ, അതായത് ഇത്ര നമ്മള് ബുദ്ധിമുട്ടിയില്ല മുമ്പ് വ്ളോഗ് എടുക്കാൻ. കാരണം 0.5 ഇടുമ്പോ മാത്രമേ ഇതിൽ കിട്ടണുള്ളൂ. 1x സ്ക്രീനിൽ കൊള്ളണില്ല. ഞാൻ ശരിക്കും നിൽക്കട്ടെ, സ്പേസാ. ഇതാണ് ഇച്ച. ഞാൻ ചെരുപ്പിട്ടിട്ട് ഇത്രയുള്ളൂ. ഇതാ നല്ല കിട്ടില്ല. ഓൾ ദ വേ ഫ്രം ദുബായ് ടു കൊല്ലം. അപ്പോൾ കൊല്ലത്തെ അസറുവിൻ്റെ പത്നിക്ക് സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങളാണ് കേട്ടോ. അസറുവിനാണ് കൊടുക്കുന്നത്, അസറും പത്നിക്ക് കൊടുക്കും. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കൾ, നമുക്ക് പോകണ വഴിക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും എവിടെക്കാണ് നമ്മൾ പോകുന്നത്, എന്താണ് പരിപാടികൾ എന്നുള്ള വിവരങ്ങളും ഡീറ്റെയിൽസൊക്കെ കാണാം. സോ വ്ളോഗ് ഇഷ്ടമാക്കണേ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ്. ഒരുപാടധികം വ്ളോഗ് കണ്ടൻസ് ആയിട്ടാണ് നമ്മൾ പ്രാവശ്യം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അവിടെ എത്തിയിട്ട് ബാക്കി പുതിയാപ്പള്ളിയും കൂട്ടി ട്രെയിൻ കയറുന്ന വിശേഷങ്ങൾ, ആദ്യമായിട്ടാണ് നമ്മൾ ട്രെയിനിൽ പുതുക്കാൻ പോണത്, ആ വിശേഷങ്ങൾ നമുക്ക് കാണാം. കൃതകൃതാക്കളായ വ്ളോഗ് പ്രേമികളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നാട്ടുകാരെ, വീട്ടുകാരെ, അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി